വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ വെജ് ഫ്ലേവറിൽ ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ. സോ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ആഫ്റ്റർ ലോങ് ഗ്യാപ്പാണ് നമ്മൾ ഒരു ന്യൂഡിൽസ് വാങ്ങുന്നത്. യൂഷ്വലി മാഗി, ഹിപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങാറില്ല. ബട്ട് ഇത് കണ്ടപ്പം ലൈക്ക് ഐ ഗോട്ട് ദ ഗ്രീൻ സിഗ്നൽ, സോ ഞാനിത് വാങ്ങി. സോ ലെറ്റ് മീ ട്രൈ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന്. കൊറിയൻ ഇതാണുള്ളത്. സോ ഇതിനകത്ത് 5 പാക്കാണ് വരുന്നത്. സോ ലെറ്റ് സീ ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡു ഇറ്റ്. പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ഓരോരോ പാക്കായിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ള സ്പൈസി കൊറിയൻ ടേസ്റ്റുള്ള ഓരോ വാട്ട് ഇസ് കോൾഡ് എസ് ജെക്കിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനിൽ ഇത് നമ്മൾ ബോയിൽ ചെയ്തിട്ട് അതായത് ഡ്രെയിൻ ചെയ്യണം വാട്ടർ, എന്നിട്ട് വേണം നമ്മൾ സീസണിങ്ങും ഓയിലും മിക്സിങ്ങും ഒക്കെ ചെയ്യാൻ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. പൊടിക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പാക്ക് ഉണ്ട്, അതായത് 2 പാക്കറ്റ്സ് യു ഗെറ്റ്. വൺ ഇസ് ദിസ് നിസിൻ സീസണിങ് ഓയിലാണ്, ആൻഡ് നെക്സ്റ്റ് ഇസ് ദി ഐ തിങ്ക് ദി മസാല ഓർ സംതിങ് സ്പൈസസ് ആണ് തോന്നുന്നു സീസണിങ് ചെയ്യുന്ന ആ ഒരു പാക്കറ്റാണ്. സോ ലെറ്റ്സ് മേക്ക് ദി ചിക്കൻ. കീപ് ദ വാട്ടർ ഫോർ ബോയിലിംഗ്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 എണ്ണമാണ്, 4 പീസസ്. ലോട്ട് ഓഫ് പാക്കറ്റ്സ് ഹിയർ ആൻഡ് ദെൻ വി ആർ ബോയിലിംഗ് ഇറ്റ്. ഇത് ബോയിൽ ആകുമ്പോൾ വി ഹാവ് ടു പുട്ട് ദിസ് ജെക്കി ഇൻ ടു ഇറ്റ്, ഐ മീൻ ദ ന്യൂഡിൽസ് ഇൻ ടു ഇറ്റ്. അങ്ങനെ ഞാൻ ഈ 4 ന്യൂഡിൽസും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ബോയിലാവണം. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ കിടന്ന് കുക്കാവണം. അപ്പോൾ നമ്മളിത് വെന്തതിന് ശേഷം നമ്മളിതൊന്ന് സ്റ്റെയിൻ ചെയ്യാണ്, ഡ്രെയിൻ ചെയ്യുകയാണ്. ഡ്രെയിൻ ചെയ്ത് ലെറ്റ്സ് സീ. അതിൻ്റെ വെള്ളം പോയതിന് ശേഷം നമുക്ക് ബാക്കി ഇനി സീസണിങ്ങും ഓയിലൊക്കെ ഇടാം. Oil and the mixture. So it's almost വെന്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്, എല്ലാം ഡ്രെയിൻ ചെയ്തിട്ട്. സോ ഇനി നമുക്കിതിലേക്ക് ആ സീസണിങ് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ, ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനിതാ ഈ പൊട്ട് വെച്ചിരിക്കുന്ന സീസണിങ് ചെയ്യാൻ പോവാം. ഈ ചിക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഈ മിശ്രിതം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. So I have taken 4 noodles, so I am just putting all the 4 packets into it. I don't know about the spice, it's already written as hot and spicy. കുഞ്ഞൻ ഇവിടെ വെയിറ്റിംഗിലാണ്, അവനാ പറയുന്നത് മൊത്തം ഇടമ്മ എന്ന്, നമുക്കറിയില്ല. So he is also helping me in just putting this to it. എന്തുവാ? So almost എല്ലാം ഇട്ടില്ലേ? Now let's mix this. Now it's sauce. Now it's sauce. Next, that is not sauce, that is oil. ഓയിലും കൂടെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നതായിരിക്കും. സോ ലെറ്റ്സ് മിക്സ് ഓൾ ഓഫ് ഇറ്റ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഓയിലും കൂടെ പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ സംവാട്ട് റെഡിഷ് കളറാണ്. സോ എങ്കിലേ ആ കൊറിയൻ സ്റ്റൈൽ വരത്തോളായിരിക്കാം. സോ നമുക്ക് ഈ 4 പാക്കറ്റ്സ് ഓഫ് സീസൺ ഓയിൽ ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. സോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ കൊറിയൻഡർ ലീവ്സ് ഒക്കെ ആഡ് ചെയ്യാൻ തോന്നുന്നു. വേണ്ട, പാടില്ല. പക്ഷേ അതിനകത്ത് സ്പ്രിംഗ് ഓണിയൻ ഒക്കെ കാണുന്നുണ്ടല്ലോ. ഇറ്റ്സ് ഓപ്ഷണൽ. ഇഫ് യു വോണ്ട് യു ക്യാൻ ആഡ് വെജിറ്റബിൾസ് ഓൾസോ. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ കൂടെ ആഡ് ചെയ്യാം. അപ്പം ഇത് കുറച്ച് ഹെൽത്തിയും കൂടെ ആവും. സോ ലെറ്റ്സ് മിക്സ് ഇറ്റ് വെൽ. ഗായ്സ്, ഇത് ഭയങ്കര ഹോട്ട് ആൻഡ് സ്പൈസി. ആ പേര് പോലെ തന്നെയാണ്. സ്പൈസിയോ? സ്പൈസിയാണ്. സോ യമ്മി. കുറച്ച് സ്വീറ്റും കൂടെ ഉണ്ട് കേട്ടോ, അപ്പോൾ ഇറ്റ് ഈസ് അഡ്ജസ്റ്റബിൾ. കുഞ്ഞാ, നല്ല സ്പൈസി കേട്ടോ. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഏതാ കാണിക്കേ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ദർ ഇസ് ജെക്കി, കൊറിയൻ വെജ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ന്യൂഡിൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഇറ്റ് ഈസ് സോ സ്പൈസി. പക്ഷെ കഴിച്ച് വരുമ്പോൾ ഒരു ചെറിയ മധുരം വരുന്നുണ്ട്. അത് നമുക്കൊരു ആശ്വാസം തരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ഇറ്റ്. ഗൈസ്, ഇങ്ങനെ ഭയങ്കര എരിവുണ്ടെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ അല്ലിയും കൂടെ കഴിക്കണം. എന്തൊരാശ്വാസം. അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കാം.
ഗുഡ്, അടിപൊളി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീണ്ടും അടുത്തൊരു വ്ളോഗുമായി വരുന്നവരെ ബൈ.